ഹായ് ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്. നമ്മുടെ ആൻസർ കീകൾ ഫസ്റ്റ് ടൈം എക്സാമിൻ്റെ ആൻസർ കീകൾ നമ്മൾ അനലൈസ് ചെയ്യുകയും അതിൻ്റെ കറക്റ്റ് വാല്യൂ പോയിൻറ്റ്സ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരികയുമാണ് നമ്മൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം വെൽക്കം, ഐ എം റെജിന ടീച്ചർ. വെൽക്കം ടു മൈ സോഷ്യൽ സയൻസ് ട്യൂട്ടർ ചാനൽ. ഞാൻ നിങ്ങൾക്കായിട്ടൊരു ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്ത് കുറച്ച് ചോദ്യങ്ങൾ അനൗൺസ് ചെയ്തായിരുന്നു. ഒരു 80 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഞാൻ അനൗൺസ് ചെയ്തായിരുന്നു. നിങ്ങൾ ആ ചോദ്യങ്ങളും നിങ്ങൾക്ക് വന്ന ഫസ്റ്റ് ടൈമിലെ ക്വസ്റ്റ്യൻസും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ കമ്പയർ ചെയ്ത് നോക്കി. നമുക്ക് ഒരു 70 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ടീച്ചർ പറഞ്ഞ ക്വസ്റ്റ്യൻസിൽ നിന്നാണ് വന്നത്. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. എൻ്റെ ആ ക്വസ്റ്റ്യൻസ് കാര്യമായി പരിഗണിച്ച കുട്ടികൾക്ക് ഒരു A+ ഷുവറായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. നമ്മൾ ഗസ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇട്ടിട്ടുണ്ട്, നമ്മുടെ ചാനലിലുണ്ട്. നിങ്ങളൊന്ന് എടുത്ത് നോക്കണം. ടീച്ചറിൻ്റെ അവകാശവാദം ശരിയാണോ എന്ന് നിങ്ങളൊന്ന് നോക്കണം. ഒരു 70 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ടീച്ചർ അനൗൺസ് ചെയ്തത് തന്നെയാണ് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. നമുക്ക് തുടങ്ങാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻസ് 1 to 8. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പാറ്റേൺ അല്ലേ. ഈ ക്വസ്റ്റ്യൻ പാറ്റേൺ അനുസരിച്ച് ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് 1 to 8 ക്വസ്റ്റ്യൻ, ഈച്ച് ക്യാരി 1 സ്കോർ. 1 സ്കോർ ക്വസ്റ്റ്യൻസിന് ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ വീണ്ടും പറയുന്നു, ഒരു എക്സ്പ്ലനേഷനും ആവശ്യമില്ല. നമ്മൾ ആ കറക്റ്റ് ആൻസർ സെലക്ട് ചെയ്യുക, അത് എഴുതുക. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ ക്ലൈമാറ്റിക് റീജിയൻ ഇൻ വിച്ച് ദ കോണിഫറസ് എവർഗ്രീൻ ട്രീ കാണപ്പെടുന്ന ക്ലൈമാറ്റിക് റീജിയൻ. എ ആണ് കറക്റ്റ്, ടൈഗർ റീജിയൻ. അങ്ങനെ തന്നെ എഴുതുക. ചില കുട്ടികൾ മടി പിടിച്ചിട്ട് എന്ന് മാത്രം എഴുതും, അല്ലെങ്കിൽ ചില കുട്ടികൾ ടൈഗർ റീജിയൻ എന്ന് എഴുതും. ടൈഗർ റീജിയൻ എന്ന് എഴുതിയാൽ കറക്റ്റ് ആണ്, എങ്കിലും നമ്മൾ അതിനെ അതൊരു ടെക്നിക്കലി കറക്റ്റ് ആകണമെങ്കിൽ നമ്മൾ എങ്ങനെ തന്നെ എഴുതണം, എ ടൈഗർ റീജിയൻ. അങ്ങനെ തന്നെ SSLCക്ക് എഴുതാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇപ്പോൾ അങ്ങനെ തന്നെ എഴുതി പഠിക്കുക. ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദോസ് റിലേറ്റഡ് ടു ദ ഡൊണാറ്റലോ ആൻഡ് എമംഗ് ദി ഫോളോയിങ്. അപ്പോൾ അതിനകത്ത് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് സി ആണ്. ഏതൊക്കെയാണ്? ഗറ്റമെല ആൻഡ് ഡേവിഡ്. ഇത് രണ്ടും വരച്ചിരിക്കുന്നത് ഡൊണാറ്റലോ. അപ്പോൾ അതുകൊണ്ട് സി ആണ് കറക്റ്റ്. അതങ്ങനെ തന്നെ എഴുതുക, സി, ഗറ്റമെല ആൻഡ് ഡേവിഡ്. ഐഡൻറ്റിഫൈ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ്റെ കറക്റ്റായിട്ടുള്ളത് വരുന്നത് സി. എങ്ങനെയാണ് നമ്മൾ ആൻസർ എഴുതേണ്ടത്? സി, എ ആൻഡ് സി ആർ കറക്റ്റ്. ക്രിട്ടിക്കൽ തിങ്കിങ്, സെൽഫ് റിഫ്ലക്ഷൻ, അത് രണ്ടുമാണ് അവിടെ വരുന്നത്. അപ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ ഏതാണ്? സി. എ ആൻഡ് സി ആർ കറക്റ്റ്. ഫോർത്ത് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ സൈക്ലോൺ. അവിടെ തന്നിരുന്നതിൽ സൈക്ലോൺ അല്ലാത്തത് ഡി, ഹർമാറ്റൺ. ഹർമാറ്റൺ ഒരു ലോക്കൽ വിൻഡാണെന്ന് നിങ്ങൾക്കറിയാം, ഹർമാറ്റൺ. അപ്പോൾ അത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നതാണ്, ഹർമാറ്റൺ. ദെൻ അതെവിടെയാണെന്നാണ് ടീച്ചർ ചോദിച്ചിരുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് അതറിയാവുന്ന കുട്ടിക്ക് ഈ ആൻസർ കണ്ടുപിടിക്കാം, ഹർമാറ്റൺ ഒരു ലോക്കൽ വിൻഡാണ്. അറേഞ്ച്, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, അറേഞ്ച് connected with the Renaissance art suitably and identify the correct sequence from the options given below. ആൻസർ വരുന്നത് ബി. മൈക്കലാഞ്ചലോ വർക്ക് ഫീച്ചർ പവർഫുൾ ആൻഡ് ഗ്രേറ്റ്ഫുൾ ഹ്യൂമൻ ഫോംസ്. ദെൻ ലിയനാർഡോ ഡാവിഞ്ചി ഹാർമോണിയസ് കളർ ആൻഡ് ഷാഡോ ആൻഡ് ലൈറ്റ്. റാഫേലിൻ്റെ പ്രത്യേകത എന്താണ്? പോർട്രേറ്റ് ഹ്യൂമൻ ആസ് വൈസ്, മോഡറേറ്റ് ആൻഡ് ഡിഗ്നിഫൈഡ്. അപ്പോൾ അത് മൂന്നും കറക്റ്റ് ആകുന്ന ആൻസർ ഏത് നമ്മൾ സെലക്ട് ചെയ്യണം? ബി. A2, B3, C1. ഓക്കെ. ദെൻ സിക്സ്ത് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ ബർബോൺ കിങ് ഹു ഡിക്ലെയർഡ് ഐ ആം ദ സ്റ്റേറ്റ്. ബി ആണ് കറക്റ്റ് ആൻസർ, ലൂയി 14. സെവൻത് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ പ്രോസസ് ഓഫ് എക്സാമിനിങ് ഹൗ സോഷ്യോളജിക്കൽ റിലേഷൻഷിപ്പ്, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് സ്ട്രക്ചേഴ്സ് ആൻഡ് സോഷ്യൽ പ്രോബ്ലംസ് അഫക്റ്റ് ഇൻഡിവിജ്വൽ ആൻഡ് സൊസൈറ്റി. എന്താണ് അതിൻ്റെ ആൻസർ? ഡി, സോഷ്യൽ അനാലിസിസ്. സോഷ്യൽ അനാലിസിസിൻ്റെ നമുക്കറിയാം അതിൻ്റെ ആൻസറാണ് തന്നിരിക്കുന്നത് അല്ലേ. വാട്ട് ഈസ് സോഷ്യൽ അനാലിസിസ് എന്നുള്ളതിൻ്റെ
ആൻസർ തന്നിട്ട് ചോദിക്കുക ഇത് എന്നതാണെന്ന്. അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞാൽ മതി? ഡി ആണ് കറക്റ്റ്, സോഷ്യൽ അനാലിസിസ്. ദെൻ അതിനകത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ 8th വൺ, ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് പെയർ. ഏതാണ് കറക്റ്റ് പെയർ വരുന്നത്? ഡി ആണ് കറക്റ്റ് ആൻസർ. എ ആൻഡ് സി ആർ കറക്റ്റ്. ഏതൊക്കെയാണ് അവിടെ തന്നിരുന്നതിൽ? തോമസ് മോർ, ഉട്ടോപ്പിയ അല്ലേ? ഡാൻ്റെ ഡിവൈൻ കോമഡി, ദെൻ ഇറാസ്മസ് ഇൻ പ്രൈസ് ഓഫ് ഫോളി, ദെൻ ജെഫ്രി ചോഫർ കാൻറ്റർബറി ടെയിൽസ്. അപ്പോൾ ഈ അവിടെ തന്നിരുന്നതിൽ ഡി ആണ് കറക്റ്റ്, എ ആൻഡ് സി ആർ കറക്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏത് ശരിയല്ലെന്ന് ഇതിന് ആൻസർ കണ്ടുപിടിക്കാൻ നമുക്ക് ഏതൊക്കെ ശരിയല്ലെന്ന് മാറ്റി നിർത്തിയിട്ട് കറക്റ്റായിട്ടുള്ളത് നമുക്ക് വേണേൽ സെലക്ട് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ ഒറ്റ നോട്ടത്തിന് കറക്റ്റായിട്ടുള്ളത് കണ്ടുപിടിച്ചാൽ നമുക്ക് അങ്ങനെയും സെലക്ട് ചെയ്യാം. ഏതായാലും ഒരു എക്സ്പ്ലനേഷനും ആവശ്യമില്ല. 1 to 8. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് പോകാം. 2 score ക്വസ്റ്റ്യൻസ് ആണ്. ആൻസർ ദ ക്വസ്റ്റ്യൻസ് 9 to 15 ഇൻ 2 or more sentences. അപ്പോൾ അവിടെ ഇൻസ്ട്രക്ഷൻ എന്താണ്? മിനിമം 2 സെൻറ്റൻസ്, മോർ സെൻറ്റൻസസ്. ഇവിടെ സെൻറ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് പോയിൻറ്റ്സ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാലും വളരെ നല്ലതായിരിക്കും. ഓരോ സെൻറ്റൻസും ഓരോ പോയിൻ്റായിട്ട് 1 by 1 എഴുതുക. ഇങ്ങനെ പാരഗ്രാഫ് എഴുതുന്നതിനേക്കാൾ നമ്മുടെ ആൻസേഴ്സിന് കൂടുതൽ ഒരു ക്ലാരിറ്റി വരുന്നതും ടീച്ചർമാരുടെ കണ്ണിലേക്ക് നമ്മുടെ ആൻസർ പതിക്കാനും നമുക്ക് പോയിൻറ്റ്സിന് മാർക്ക് കിട്ടാനും ഏറ്റവും ഉപകരിക്കുന്നത് 1 by 1 ആയിട്ട് പോയിൻറ്റ്സ് ആയിട്ട് ഓരോ സെൻറ്റൻസും എഴുതുന്നതായിരിക്കും. വീണ്ടും ഞാൻ അതിനെ റെക്കമെൻഡ് ചെയ്യുന്നു. നിങ്ങൾ 1 by 1 പോയിൻറ്റ്സ് എഴുതുക. ഇങ്ങനെ പാരഗ്രാഫിന് ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇങ്ങനെ എഴുതിയാലും മാർക്ക് കിട്ടും, പക്ഷേ മറ്റതാണ് ബെറ്റർ. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 9th വൺ, ഹൗ ഡസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ അഡ്മിനിസ്ട്രേറ്റർ ഈസ് റെപ്രസെൻറ്റഡ് ബൈ മാക്കിയവെല്ലി ഇൻ ഹിസ് വർക്ക് ദ പ്രിൻസ് ഡിഫർ ഫ്രം ദ ട്രഡീഷണൽ മിഡീവിയൽ ഫ്യൂഡൽ അഡ്മിനിസ്ട്രേഷൻ. ഇവിടെ 2 കീവേഡാണുള്ളത്. ഒന്നാമത്തേത് ഹീ ഷുഡ് റിമെയിൻ ഇമ്പാർഷ്യൽ. ഓക്കെ, ഹീ ഷുഡ് അവോയ്ഡ് ഷോയിങ് ഫേവറേറ്റിസം. ഈ 2 കാര്യങ്ങൾ എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് മാർക്കാം. ദ അഡ്മിനിസ്ട്രേറ്റർ ഷുഡ് അവോയ്ഡ് ഫേവറേറ്റിസം. ആൻഡ് രണ്ടാമത്തെ സെൻറ്റൻസ് എന്തായിരിക്കണം? ഹീ ഷുഡ് റിമൈൻ എങ്ങനെ നിൽക്കണം? ഇമ്പാർഷ്യൽ. ഓക്കെ, നെക്സ്റ്റ് അതിൻ്റെ ബി ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് ദ ഔട്ട്ബ്രേക്ക് ഓഫ് ദി ബോർബോണിക് പ്ലേഗ് ഇൻ ദ മിഡ് ഓഫ് 14th century പേവ് ദ വേ ഫോർ ദ എമർജൻസ് ഓഫ് ഹ്യൂമനിസം. അതിൻ്റെ അകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കീ വേർഡ്സ് ഏതൊക്കെയാണ്? ഡിക്ലൈൻ മിഡീവിയൽ ഫ്യൂഡലിസം, എമർജൻസ് ഓഫ് മിഡിൽ ക്ലാസ്, എക്സ്പ്ലോർ ദ മെഡിക്കൽ സയൻസ്, ദെൻ എമർജൻസ് ഓഫ് ഹ്യൂമനിസം. ഇഷ്ടം പോലെ പോയിൻറ്റ്സ് നമുക്ക് അതിനകത്ത് അറിയാം. 2 or 3 പോയിൻറ്റ്സ് എഴുതിയാൽ മതി. 2 or 3 പോയിൻറ്റ്സ്. ഓക്കെ, നെക്സ്റ്റ് 10th ക്വസ്റ്റ്യൻ, ടീനേജേഴ്സ് ആർ ഓൾവേസ് റിബല്യസ് ആൻഡ് ഇറസ്പോൺസിബിൾ. എലുസിഡേറ്റ് ഹൗ ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ക്യാൻ ബി ആൻ എക്സാമ്പിൾ ഫോർ സ്റ്റീരിയോടൈപ്പ്. അപ്പോൾ ഇതൊരു സ്റ്റീരിയോടൈപ്പ്, ഒരു അസംഷനാണ്. എന്താണ്? ടീനേജേഴ്സ് എന്ന് പറയുന്നവരെല്ലാവരും ഇറസ്പോൺസിബിൾ ആണ്. അവരെ എന്താണ്? ദേ ആർ റിബല്യസ് ആണ്. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ പോയിൻറ്റ്സ് എന്തൊക്കെയാണ്? ഇറ്റ് ഈസ് എ ജനറൽ സ്റ്റേറ്റ്മെൻറ്റ്. ഇതൊരു ജനറൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ടീനേജേഴ്സ് റെസ്പോൺസിബിളായിട്ടുള്ളവരും അതുപോലെ തന്നെ വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളവരും ഉണ്ടെന്നുള്ളതാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സെൻറ്റൻസുകൾ വായിച്ചു നോക്കുക. ഇതിനെയൊക്കെ നിങ്ങൾ പോയിൻറ്റ്സ് ആക്കി എഴുതുക. ഓക്കെ, ദിസ് ഈസ് എ സ്റ്റീരിയോടൈപ്പ് സ്റ്റേറ്റ്മെൻറ്റ്. ദിസ് ഈസ് എ ജനറൽ സ്റ്റേറ്റ്മെൻറ്റ്. ടീനേജേഴ്സ് ആർ ഓൾവേസ് റിബല്യസ്. ദിസ് ഈസ് ജനറൽ. ഓക്കെ, such a general statement beliefs or ideas are referred to the stereotype. When observed in this way, it can be seen that the statement about teenagers is a stereotype. Such stereotype creates misconception about teenagers. Teenagers are indeed a heterogeneous group, usually showing responsibility and mutual respect. ഇത്രയൊക്കെ എഴുതിയാൽ നിങ്ങൾക്ക് ആൻസറായി. നമുക്കിവിടെ 2 സെൻറ്റൻസ് അല്ലെങ്കിൽ 3 സെൻറ്റൻസ്, അതിൽ കൂടുതൽ നിങ്ങൾ എഴുതി സമയം കളയരുത്. നമുക്ക്
ഇനിയും ലോങ് ആൻസേഴ്സിലേക്ക് നമ്മൾ പോവുകയാണ്. ഇവിടെ തന്നിരിക്കുന്നത് ഇതിൻ്റെ ഫുൾ പോയിൻറ്റ്സ് ആണ്. ഈ ഫുൾ പോയിൻറ്റ്സ് നമ്മൾ 2 മാർക്കിൻ്റെ ആൻസറിൽ പ്രതീക്ഷിക്കുന്നില്ല. അത് മനസ്സിലാക്കുക. ഇതെല്ലാം കൂടെ എഴുതി നിൽക്കാനായിട്ട് നോക്കരുത്. നമുക്ക് 2 പോയിൻ്റ് അല്ലെങ്കിൽ 3 പോയിൻ്റ്. ഓക്കെ. ബി ക്വസ്റ്റ്യൻ, നിങ്ങൾ എയും ബിയും ഉള്ള ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ ഏതാണോ കൂടുതൽ നിങ്ങൾക്ക് പോയിൻറ്റ്സിന് കിട്ടുന്നത് അത് മാത്രമേ സെലക്ട് ചെയ്യാവുള്ളൂ. ഈ സെലക്ഷൻ ഏത് സമയത്താണ് നടത്തേണ്ടത്? നമ്മുടെ കൂൾ ഓഫ് ടൈമിലാണ് ഈ സെലക്ഷൻ നടത്തി വെക്കേണ്ടത്. ഓക്കെ. 2 ക്വസ്റ്റ്യനും വായിച്ചിട്ട് നിങ്ങൾ ഒരെണ്ണം വളരെ ബുദ്ധിപൂർവ്വം സെലക്ട് ചെയ്യുക. Anu couldn't take care of her studies nowadays. It is merely an individual problem. What other factors might have influenced her? അപ്പോൾ അനു നന്നായിട്ട് സ്റ്റഡി ചെയ്യുന്നില്ലെന്നുള്ളത് അവിടെ മാത്രം പ്രോബ്ലം ആണോ? നോ. അതിനകത്ത് എന്തെല്ലാം മാറ്റേഴ്സ് അതിനകത്ത് വരുന്നുണ്ട്? ഫിനാൻഷ്യൽ, സോഷ്യൽ, എൻവയോൺമെൻറ്റൽ, അഡ്മിനിസ്ട്രേറ്റീവ്, പൊളിറ്റിക്കൽ, ജോഗ്രാഫിക്കൽ disparities. Okay. All these are affected this Anu's case. അപ്പോൾ അനുവിന് നന്നായിട്ട് പഠിക്കാൻ പറ്റാത്തത് അനുവിൻ്റെ മാത്രം കേസല്ല, അനുവിൻ്റെ മാത്രം പ്രോബ്ലം അല്ല. അതിനകത്ത് ബാക്കി ആസ്പെക്ട്സ് എന്തൊക്കെയുണ്ടെന്ന് എഴുതിയാൽ മതി. ഇപ്പം ഞാനാണ് ഈ 2 ചോദ്യങ്ങളിൽ ഒരെണ്ണം സെലക്ട് ചെയ്യേണ്ടി വരുന്നെങ്കിൽ ഞാൻ ഈ രണ്ടാമത്തേതാണെങ്കിൽ സെലക്ട് ചെയ്യുക. കാരണം നമുക്ക് അതിൻ്റെ പോയിൻറ്റ്സ് മാത്രം എഴുതിയാൽ മതി. ഓക്കെ, നമുക്ക് ഫുൾ മാർക്ക് കിട്ടും. അപ്പം വളരെ ബുദ്ധിപൂർവ്വം നമ്മൾ ഈ എ ബി 2 തരുമ്പോൾ 2 ചോദ്യങ്ങളുള്ളപ്പോൾ ചൂസ് ചെയ്യുന്നത് ചോയ്സ് വളരെ ബുദ്ധിപൂർവ്വം എടുക്കുക. The concept, 11th question, the concept related to cloud are given below. Identify the cloud and write the names. Dark rain bearing clouds formed in the lower part of atmosphere, nimbus cloud. Then thin delicate feather like cloud, cirrus cloud. ഈ 2 വേർഡ് എഴുതുന്നതിന് നിങ്ങൾക്ക് അവിടെ മാർക്ക് കിട്ടും. നിംബസ് ക്ലൗഡ് എന്നും സിറസ് ക്ലൗഡ് എന്നും എഴുതുന്നതിന് 2 മാർക്ക് നിങ്ങൾക്ക് അവിടെ സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. Then question number 12, evaluate the participation of women in the French Revolution. ഫ്രഞ്ച് റെവല്യൂഷനിൽ വിമൻ പാർട്ടിസിപ്പേഷൻ, അത് പോയിൻറ്റ്സ് ആണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. നിങ്ങൾ അങ്ങനെ തന്നെ എഴുതുക. ഓക്കെ, ആ പോയിൻറ്റ്സ് തന്നെ എഴുതുക. അവരെന്തൊക്കെയാണ് ചെയ്തത്, അവർ പാരീസിലേക്ക് വെർസൈൽ പാലസിലേക്ക് മാർച്ച് നടന്നതും അവർ എന്തെല്ലാമാണ് കയ്യിലെടുത്ത സാധനങ്ങൾ, അല്ലേ, സ്വേർഡ്, സ്പിയേഴ്സ്, ഗൺ, ആരായിരുന്നു അവരുടെ ഒളിമ്പിയ ഡിഗൂച്ച് ആയിരുന്നു അവരുടെ ലീഡർ. ഇതൊക്കെ എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് റെഡിയാണ്. ഒരു 3 കാര്യങ്ങൾ എഴുതാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പോൾ അത് എഴുതുക. ഇത് മുഴുവനാണ് തന്നിരിക്കുന്നത് കേട്ടോ. ഇത്രയും നമുക്ക് ആവശ്യമില്ല. എല്ലാ പോയിൻറ്റ്സുമാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. ഇത്രയും പോയിൻറ്റ്സ് എഴുതേണ്ട ആവശ്യമില്ലെന്ന് വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു. 13, hot deserts are mostly confined to the western margins of continent. Why? വെസ്റ്റേൺ മാർജിൻസ് ഓഫ് കോണ്ടിനെൻറ്റിലാണ് ഹോട്ട് ഡെസേർട്സ് ഉള്ളത്. എന്തുകൊണ്ടാണ്? In the tropical region, hot deserts are located mostly on the western margins of continents. As the trade wind travel across the continent and reach the western margin, the wind loses its moisture. നമ്മളത് പഠിച്ചതല്ലേ. അതിൻ്റെ മോയ്സ്ചർ എല്ലാം വെസ്റ്റ് പാർട്ടിലേക്ക് എത്തുമ്പോൾ തീരും. ഈസ്റ്റ് പാർട്ടിലൂടെയാണ് ഈ ട്രേഡ് വിൻഡ് വെസ്റ്റിലേക്ക് പോവുക. അപ്പോൾ ഈസ്റ്റിലൊക്കെ നല്ല മഴ കിട്ടും. എന്നാൽ വെസ്റ്റ് പാർട്ടിലേക്ക് ചെല്ലുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അതിൻ്റെ മോയ്സ്ചർ എല്ലാം ലോസ്റ്റ് ആയി പോകുന്നു. അപ്പോൾ മോയ്സ്ചർ ഇല്ലാത്ത വിൻഡ് ആയതുകൊണ്ടാണ് അവിടെ ഡ്രൈ ആയി പോകുന്നത്. ഓക്കെ, അതെല്ലാം ഹോട്ട് ഡെസേർട്സ് ആയി മാറുന്നു. അപ്പോൾ അതിൻ്റെ പോയിൻറ്റ്സ് എഴുതുക. Then 14th question, complete the table related to the changes that took place in the France through the administration of Napoleon. നെപ്പോളിയൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് റീഫോംസ് എഴുതാനാണ്. അപ്പോൾ ആ പോയിൻറ്റ്സ് എല്ലാം തന്നിട്ടുണ്ട്. ഇക്കണോമിക് റീഫോംസ്, ദെൻ മിലിറ്ററി റീഫോംസ്. ഓക്കെ, 2 എണ്ണമാണ് തന്നിരിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് എഴുതി വെക്കുക. എക്കണോമിക് റീഫോംസിനകത്ത് ഹി എസ്റ്റാബ്ലിഷ് ബാങ്ക് ഓഫ് ഫ്രാൻസ് ആൻഡ് ഇംപ്ലിമെൻറ്റഡ് എ യൂണിഫൈഡ് കറൻസി സിസ്റ്റം. മിലിറ്ററി റീഫോമിൽ ദ ആർമി വാസ് റെക്കഗ്നൈസ്ഡ് ഇൻ ടു സെവറൽ ബറ്റാലിയൻസ് ആക്കി ആർമിയെ തിരിച്ചു. ഓക്കെ, ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചു. അതുപോലെ തന്നെ കറൻസി സിസ്റ്റം ഒരു യൂണിഫൈഡ് ഫോമിലേക്ക് കൊണ്ടുവന്നു. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 15, ഐഡൻറ്റിഫൈ ഇത് കണ്ടോ, ഈ 14th ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതിയേക്കുന്നതാണ്ടോ, വെറും 2 പോയിൻറ്റ്സേ ഉള്ളൂ. ഈ രീതിയിലാണ് നമ്മൾ ആൻസർ എഴുതേണ്ടത്. ഇവിടെ 12th ക്വസ്റ്റ്യനും 10th ക്വസ്റ്റ്യനും ഒക്കെ തന്നിരിക്കുന്ന ആൻസേഴ്സ് ഇവിടെ എല്ലാ പോയിൻറ്റ്സും ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, കുട്ടിക്ക് ഇഷ്ടമുള്ള പോയിൻ്റ് എഴുതാമല്ലോ, അതുകൊണ്ടാണ് എല്ലാം തന്നിരിക്കുന്നത്. ഐഡൻറ്റിഫൈ ദ ക്ലൈമാറ്റിക് റീജിയൻ വിച്ച് the following native people being to
ബി ബുഷ്മെൻ അവരെവിടെയാണ് കാണപ്പെടുക? കലഹാരി ഹോട്ട് ഡെസേർട്ട്. ദെൻ മസായ് ആഫ്രിക്കൻ സാവന്നയിൽ കാണപ്പെടുന്ന ഒരു ട്രൈബൽ ഗ്രൂപ്പാണ് മസായ്. ദെൻ അപ്പോൾ അതോടെ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് അവസാനിച്ചിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പാറ്റേൺ. ഓക്കെ, ചില ക്വസ്റ്റ്യൻസിന് മാത്രം എ ബി കാണും, ചിലതിന് അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ കാണുകയില്ല. അപ്പം നമ്മൾ ആൻസർ എഴുതുമ്പോൾ 2 സെൻറ്റൻസ് 2 വേർഡ്സ് ഒക്കെ വേണ്ടി വരുള്ളൂ. അതുപോലെ തന്നെ വലിയ ലോങ് ആയിട്ടൊന്നും എഴുതാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് നമ്മുടെ സമയത്തെ നഷ്ടപ്പെടുത്തും. ദെൻ നമുക്ക് 3 മാർക്കിൻ്റെ സ്കോറിൻ്റെ ക്വസ്റ്റ്യൻസിലേക്ക് കയറാം. ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഫ്രം 16 to 23 ഇൻ 3 or more സെൻറ്റൻസസ്. ഇവിടെയും നിങ്ങൾ ശ്രദ്ധിക്കുക, 3 അല്ലെങ്കിൽ 4 അത്രയും പോയിൻറ്റ്സ് എഴുതാവുള്ളൂ. അതിൽ കൂടുതൽ എഴുതി വലിയ എസ്സേ ടൈപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് സമയം നഷ്ടപ്പെടും. നമ്മുടെ മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാതെ നിരാശരായിട്ട് നമ്മൾ ഇറങ്ങേണ്ടി വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും നിങ്ങൾ വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ട് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. 3 points or 4 points. ഓക്കെ, അത്രയും മതി. ക്വസ്റ്റ്യൻ നമ്പർ 16, കംപ്ലീറ്റ് ദ ചാർട്ട് റിലേറ്റഡ് ടു ദ സ്ട്രക്ചർ ഓഫ് കൺസ്യൂമർ കോർട്ട്സ്. കൺസ്യൂമർ കോർട്ടിൻ്റെ ആ ചാർട്ട് അങ്ങ് എഴുതിയേച്ചാൽ മതി. ഓക്കെ, എന്തൊക്കെയാണ്? നമുക്ക് സുപ്രീം കോർട്ടിൽ നിന്ന് താഴോട്ട് എഴുതുവോ, അല്ലെങ്കിൽ നിങ്ങൾ തിരിച്ച് നമ്മുടെ ഡിസ്ട്രിക്ട് കൺസ്യൂമർ റിഡ്രസൽ ഫോറത്തിൽ നിന്ന് മുകളിലേക്ക് എഴുതി പോവുകയോ ചെയ്യുക. നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ടെക്സ്റ്റിലെ പോലെ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അതെല്ലാം ഇവിടെ തന്നിട്ടുണ്ട്. അപ്പം അവിടെ അതിൻ്റെ ഡീറ്റെയിൽസ് കൂടി എഴുതണം. എത്ര തുക വരെ അവർക്ക് റിഡ്രസൽ നടത്താൻ പറ്റുമോ എന്നുള്ളത്. ഇപ്പോൾ ഡിസ്ട്രിക്ട് കൺസ്യൂമർ കോർട്ടാണെങ്കിൽ അപ് ടു 1 crore എന്ന് എഴുതുക. മറ്റേ സ്റ്റേറ്റ് ആണെങ്കിലോ 1 crore to 10 crore എന്ന് എഴുതുക. അതുപോലെ തന്നെ നാഷണൽ ലെവലാണെങ്കിൽ മോർ ദാൻ 10 crore എഴുതുക. പിന്നെ ലാസ്റ്റ് നമ്മൾ പോകുന്നതാണ് സുപ്രീം കോർട്ട് എന്ന് എഴുതുക. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 17, അതിന് എയും ബിയും ഉണ്ട്. അവിടെ നമുക്കൊരു ചോയ്സ് നടത്താം. ഏതാണോ കൂടുതൽ നമുക്ക് പോയിൻറ്റ്സ് എഴുതാൻ കിട്ടുന്നത് അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. എ, വാട്ട് ആർ ദ റീഫോംസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഫ്രഞ്ച് നാഷണൽ അസംബ്ലി ഇൻ ദ സോഷ്യൽ ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ സ്പിയേഴ്സ് ഓഫ് ഫ്രാൻസ്. നാഷണൽ അസംബ്ലി എന്തെല്ലാം റീഫോംസ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ഇംപ്ലിമെൻറ്റഡ് എ യൂണിഫൈഡ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഇഷ്യൂഡ് ന്യൂ പേപ്പർ കറൻസി, ദെൻ കോൺഫിസ്കേറ്റഡ് ദ പ്രോപ്പർട്ടീസ് കൺട്രോൾഡ് ബൈ റിലീജിയസ് ലീഡേഴ്സ്. അതായത് അവരുടെ പ്രോപ്പർട്ടീസൊക്കെ സീസ് ചെയ്തെടുത്തെന്നാണ് അതിൻ്റെ അർത്ഥം. ദെൻ ഡിക്ലെയർഡ് കംപ്ലീറ്റ് റിലീജിയസ് ടോളറൻസ്. ദെൻ ക്ലർജി ബിക്കം അണ്ടർ ദ കൺട്രോൾ ഓഫ് ഗവൺമെൻറ്. ക്ലർജിയെ ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിൽ കൊണ്ടുവന്നു. ഓക്കെ, ദെൻ അതിൻ്റെ ഓർ ക്വസ്റ്റ്യൻ ബി, ദ മാപ്പ് ഓഫ് യൂറോപ്പ് ഹാസ് ബീൻ റീഡ്രോൺ ആഫ്റ്റർ ദ ഡിഫീറ്റ് ഓഫ് നെപ്പോളിയൻ. ഇവാലുവേറ്റ് ദ സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ഓൺ ദ മേജർ ഡിസിഷൻസ് ഓഫ് ദി കോൺഗ്രസ് ഓഫ് വിയന്ന. അതായത് വിയന്ന കോൺഗ്രസ്സിലാണ് നെപ്പോളിയൻ്റെ ഡിഫീറ്റിനെ സംബന്ധിച്ച് ഫ്രാൻസും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും തമ്മിലൊരു എഗ്രിമെൻ്റ് ഉണ്ടായത്. അപ്പം വിയന്ന കോൺഗ്രസിൻ്റെ ആ എഗ്രിമെൻ്റ് അനുസരിച്ച് ഈ നെപ്പോളിയൻ എന്തൊക്കെ ചേഞ്ചസ് ആണോ അവിടെ കൊണ്ടുവന്നത് അതെല്ലാം മാറ്റിയിട്ട് പഴയതിലേക്ക് അവർ പോയി. അതാണ് റീസ്റ്റോർ എന്ന് പറയുന്നത്. അവർ പഴയതിലേക്ക് പോയി. ആ മൊണാർക്കീസ് എല്ലാം തിരിച്ചു വന്നു, അല്ലേ? ഏതൊക്കെ മൊണാർക്കീസാണോ അവിടെ ഡിക്ലൈൻ ആയി പോയത് അതിനെയെല്ലാം തിരിച്ചു കൊണ്ടുവന്നു. ഈവൻ ബോർബോൺ മൊണാർക്കി വരെ ഫ്രാൻസിൽ തിരിച്ചു വന്നു. ഓക്കെ, റെക്കഗ്നൈസ് ബ്രിട്ടൻസ് നേവൽ സൂപ്പർമസി ആൻഡ് റഷ്യസ് ഡോമിനൻസ് ഇൻ ഈസ്റ്റേൺ യൂറോപ്പ്. ദെൻ റെക്കഗ്നൈസ് ഓസ്ട്രിയസ് ഡോമിനൻസ് ഇൻ സെൻട്രൽ യൂറോപ്പ്. അപ്പം നെപ്പോളിയൻ എന്തൊക്കെ ചേഞ്ചസ് കൊണ്ടുവന്നോ അതിനെയെല്ലാം ഇല്ലാതാക്കിക്കൊണ്ട് പഴയ രീതിയിലേക്ക് തിരിച്ചു പോയി എന്നാണ് നമ്മൾ അവിടെ 3 സെൻറ്റൻസ് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ദെൻ 18th ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് സ്കോലാസ്റ്റിസിസം? ദെൻ അനലൈസ് ദ ഷിഫ്റ്റ് ഫ്രം സ്കോലാസ്റ്റിസം ടു കോൺസെപ്റ്റ് ഓഫ് ഹ്യൂമനിസം. അപ്പോൾ ആ പഴയ രീതിയാണ് സ്കോലാസ്റ്റിസം എന്ന് പറയുന്നത്. അതിൽ നിന്നും ചേഞ്ചായി വന്നതാണ് ഹ്യൂമനിസം. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ സ്കോലാസ്റ്റിസം എന്താണെന്ന് എഴുതുക ആദ്യം, പിന്നെ ഹ്യൂമനിസം എന്താണെന്ന് എഴുതുക. Scholasticism is a philosophy which is deeply rooted in Christian ideology. It encourages knowledge and research. It prioritizes the divine and the afterlife. ഓക്കെ, അപ്പോൾ ആഫ്റ്റർ ലൈഫിനെ പറ്റി റിലീജിയസ് ആയിട്ടുള്ള
എല്ലാം ഡിവൈൻ ആണെന്ന് വിശ്വസിക്കുന്ന ഒരു സിസ്റ്റമാണ്, അല്ലെങ്കിൽ ആ ഒരു ഫിലോസഫിയാണ് സ്കലാസ്റ്റിസം. അതായിരുന്നു യൂറോപ്പിലെ പഴയ ഫിലോസഫി. എന്നാൽ പുതിയ ഫിലോസഫിയാണ് ഹ്യൂമനിസം. ഇറ്റ് എമേർജ് ആസ് എ ഡിപ്പാർച്ചർ ഫ്രം ക്രിസ്ത്യൻ തിയോളജി. അതിൽ ക്രിസ്ത്യൻ തിയോളജി ഇല്ല. എവിടെയാണ്, ഇതിനാണ് കൂടുതൽ സിഗ്നിഫിക്കൻസ് കൊടുക്കുന്നത്. ഇറ്റ് ഗീവ് ദിസ് ഹ്യൂമനിസം ഗീവ് മോർ ഇമ്പോർട്ടൻസ് ടു സയൻറ്റിഫിക് തിങ്സ്, സയൻറ്റിഫിക് നോളജ്, ഹ്യൂമൻ എക്സ്പീരിയൻസ്, ഓക്കെ, വേർഡ്ലി ലൈഫ്, നോട്ട് ഡിവൈൻ ലൈഫ്, വേർഡ്ലി ലൈഫ്, അതൊക്കെ എഴുതുക. ഓക്കെ, അപ്പോൾ അതെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ദെൻ കംപ്ലീറ്റ് ദ ചാർട്ട് റിഗാർഡിങ്. അതിനിടയ്ക്ക് ഒരു കാര്യം പറയാം. നമ്മൾ ഇതിൻ്റെ ഒരു PDF നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഇട്ടേക്കാം. ആ PDF നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തതയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 19, 3 മാർക്ക് ക്വസ്റ്റ്യൻ. കംപ്ലീറ്റ് ദ ചാർട്ട് റിഗാർഡിങ് ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് സാവന്ന ക്ലൈമാറ്റിക് റീജിയൻ. അപ്പോൾ സാവന്നയുടെ എല്ലാ സംഭവങ്ങളും എഴുതാൻ ശ്രദ്ധിക്കുക. അറ്റ്ലീസ്റ്റ് 3 or 4, 3 or 4. ആനുവൽ ആവറേജ് റെയിൻഫോൾ എത്രയാണ്? 21 ഡിഗ്രി ടു 32 ഡിഗ്രി. ദെൻ 21 ഡിഗ്രി 32 ഡിഗ്രി ടെമ്പറേച്ചർ. ദെൻ റെയിൻഫോൾ 25 സെൻറ്റിമീറ്റർ ടു 125 സെൻറ്റിമീറ്റർ. ഡെസിഡസ് ട്രീസ് ആൻഡ് ടോൾ ഗ്രാസസ് ആർ seen there, and livelihood, although soil found here is relatively fertile due to low rainfall, dry farming. അതുകൂടി എഴുതുക, ഡ്രൈ ഫാമിംഗ്. അവിടെ ആനുവൽ റെയിൻഫോൾ വളരെ ലോ ആയതുകൊണ്ട് ഫെർട്ടിലിറ്റി സോയിലിനുണ്ടെങ്കിലും അവർ അഡോപ്റ്റ് ചെയ്യുന്ന ഒരു ഫാമിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് ഡ്രൈ ഫാമിംഗ് ആണെന്നുകൂടി എഴുതുക. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 20, ഹൗ ഡസ് കോമൺ സെൻസ് നോളജ് approach differ from sociological imagination approach in the analysis of social problem? അപ്പം what are the differences between common sense knowledge and sociological imagination? അത് കോളം വരച്ച് തന്നെ എഴുതാൻ ശ്രദ്ധിക്കുക. കോമൺ സെൻസ് നോളജിൻ്റെ ലിമിറ്റേഷൻസ് ഒക്കെ ആദ്യത്തെ കോളത്തിലും സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ അപ്രോച്ചിൻ്റെ അതിൻ്റെ മെറിറ്റ്സ് ഒക്കെ രണ്ടാമത്തെ കോളത്തിലും എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 21, ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് മൺസൂൺ വിൻഡ് റെപ്രസെൻറ്റഡ് ഇൻ ദ ഫിഗർ. അവിടെ തന്നിരുന്ന ഇന്ത്യയുടെ മാപ്പിൽ തന്നിരുന്ന മൺസൂൺ വിൻഡിൻ്റെ അതിൻ്റെ ഡയറക്ഷൻ ആരോ മാർക്ക് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം. അതാണ് സൗത്ത് വെസ്റ്റ് മൺസൂൺ. സൗത്ത് വെസ്റ്റ് മൺസൂൺ. അപ്പോൾ സൗത്ത് വെസ്റ്റ് മൺസൂണിനെ മാത്രം നമ്മളിവിടെ ഡീറ്റെയിൽഡായിട്ട് എഴുതിയാൽ മതി. സൗത്ത് വെസ്റ്റ് മൺസൂണിൻ്റെ എന്തൊക്കെ കാര്യങ്ങൾ എഴുതണം? അതിൻ്റെ ഡ്യൂറിങ് സമ്മർ ആണെന്ന് എഴുതണം. ദെൻ അത് ട്രേഡ് വിൻഡ്, ഈ എന്താണ് പ്രഷർ ഡിഫറൻസ് കൊണ്ട് അത് നോർത്തേൺ ഹെമിസ്ഫിയറിലേക്ക് മൂവ് ആകുന്നു. എന്താണ് പ്രഷർ ഡിഫറൻസ്? അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് ദ സൺ. ഇറ്റ് ഈസ് ഇൻ ദ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഓർ ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ. സോ ദ ലാൻഡ് ഹീറ്റഡ് അപ്പ് ആൻഡ് ദ temperature rise up in the land area, so pressure decreases. Then in the sea area the pressure increases. So from the high pressure area, that is in the sea area, to the land area, wind blows. Okay, this trade wind, southeast trade wind crosses the equator, and because of this Coriolis effect the direction changes to southwest. Okay, it defleated towards the right. ഇതൊക്കെയാണ് അവിടുത്തെ ആൻസേഴ്സ്. അപ്പോൾ കോറിയോലിസ് എഫക്റ്റിനെ പറ്റി പറയണം. നമ്മുടെ സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് ആണെന്ന് പറയണം. അത് ഇക്വേറ്റർ ക്രോസ് ചെയ്യുമ്പോഴാണ് ഡയറക്ഷൻ എവിടേക്ക് വരുന്നത്? സൗത്ത് വെസ്റ്റ് ആകുന്നത്. അതിനെ നമ്മൾ സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്ന് പറയുന്നു. ഈ മൺസൂൺ ഉണ്ടാകുന്നത് സമ്മർ സീസണിലാണ്, ജൂൺ ടു സെപ്റ്റംബറിലാണ്. ഇത്രയൊക്കെ എഴുതിയാൽ മാർക്ക് ഫുള്ളാണ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 22, ദീപ പർച്ചേസ്ഡ് എ മൊബൈൽ ഫോൺ but it was damaged within warranty period. She couldn't get it replaced as she couldn't receive the bill. Analyze the objectives of consumer education based on this problem. അപ്പോൾ ഇവിടെ ദീപയുടെ പ്രോബ്ലം എന്താണ്? അവർക്ക് കൺസ്യൂമർ എഡ്യൂക്കേഷൻ ഇല്ലാഞ്ഞുകൊണ്ട് ബില്ല് വാങ്ങിയില്ല. ഓക്കെ, അപ്പോൾ കൺസ്യൂമർ എഡ്യൂക്കേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് ടെക്സ്റ്റിൽ 1 by 1 കൊടുത്തിട്ടുണ്ട്. അത് തന്നെയാണ് ആൻസർ, അത് എഴുതുക. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 23, point out any 3 international initiatives and interventions for the protection of climate and environment. നമ്മുടെ ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന
എല്ലാ ഇൻ്റർനാഷണൽ ഇനീഷ്യേറ്റീവ്സിൻ്റെയും ഒരു ചാർട്ട് നമുക്ക് തന്നിട്ടുണ്ട്. അവർ ചോദിച്ചിരിക്കുന്നത് എത്രയാണ്? എനി 3. അപ്പം നിങ്ങൾക്ക് ഇതിൽ എനി 3 മാത്രമേ ആവശ്യമുള്ളൂ. പാരീസ് എഗ്രിമെൻറ്റ്, ക്യോട്ടോ പ്രോട്ടോക്കോൾ, അങ്ങനെ ഇത് നമ്മൾ നോക്കി വെച്ചിരിക്കുന്ന കുറച്ചുണ്ടല്ലോ. അതുപോലെ തന്നെ ടീച്ചർ പ്രത്യേകം പറഞ്ഞതാണ് G20 പഠിച്ചോണം, അത് ഇന്ത്യയിലാണ് നടന്നതെന്ന് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ആൻസേഴ്സ് എഴുതാനായിട്ട് ബുദ്ധിമുട്ടില്ല. ഓക്കെ സ്റ്റുഡൻസ്, നമ്മൾ ഇതിൻ്റെ ബാക്കി ഇനിയും ലോങ് ആൻസേഴ്സ് എഴുതേണ്ട ക്വസ്റ്റ്യൻസാണ്. 24 തൊട്ടുള്ള ക്വസ്റ്റ്യൻസ് 4 മാർക്ക് 5 മാർക്ക് ക്വസ്റ്റ്യൻസാണ്. അത് നമുക്കൊരു അടുത്ത ദിവസത്തെ വീഡിയോയിൽ ടീച്ചർ അതിനെപ്പറ്റി നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. അപ്പോൾ 1 മാർക്ക് 2 മാർക്ക് 3 മാർക്ക് ക്വസ്റ്റ്യൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഡിയർ സ്റ്റുഡൻസ്, നമ്മുടെ ആൻസർ എഴുതുന്നത് നമ്മൾ വളരെ സ്മാർട്ടായിട്ട് കൃത്യമായിട്ട് ബുദ്ധിപൂർവ്വം ആൻസർ ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുന്നു. താങ്ക് യു ചിൽഡ്രൻ, താങ്ക് യു സോ മച്ച്. May God bless you all.